Okay, exotic online class like swagatham. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് തുടങ്ങിയ പ്രോബ്ലങ്ങളുടെ കുറച്ച് പ്രോബ്ലങ്ങൾ എന്താണ് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് എന്ന് നമ്മൾ ചെക്ക് ചെയ്തു. അതിൻ്റെ പ്രോബ്ലങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് വേറൊരു പ്രോബ്ലത്തിലോട്ട് പോവാം. റിഫ്ലെക്സീവ് എന്താണെന്ന് സിമെട്രിക്, എവരി എലമെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ് ആണ് എങ്കിൽ അത് റിഫ്ലെക്സീവ് ആയിരിക്കും. A, B ഉണ്ട് എങ്കിൽ B, Aയും ഉണ്ട് അതിനകത്തുണ്ടെങ്കിൽ സിമെട്രിക് ആയിരിക്കും. A, Bയും B, Cയും ഉണ്ട് എങ്കിൽ A, C അതിനകത്തുണ്ട് എങ്കിൽ അത് എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഈ പ്രോബ്ലത്തിൽ സെറ്റ് n ആണ്. സെറ്റ് n ആണ്. R is equal to x, y such that y equal to x plus 5 and x less than 4. ഇപ്പോൾ നാച്ചുറൽ നമ്പർ ആണ്, വലിയൊരു സെറ്റാണ്. എന്നാലും നമുക്ക് ഇവിടെ നമുക്ക് റോസർ ഫോം നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. റോസർ ഫോം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എഴുതാം. R is equal to സെറ്റ് ഓർഡേർഡ് പെയർ 1, 6, 2, 7, 3, 8. ഇതാണ് നമുക്കിവിടെ എഴുതാൻ പറ്റുന്ന 3 ഓർഡേർഡ് പെയർ. കാരണം എക്സ് ലെസ് ദാൻ 4 ആണ്. 4 ചെറിയ നാച്ചുറൽ നമ്പർ 1, 2, 3. അപ്പോൾ നമുക്കിവിടെ റിഫ്ലെക്സീവ് ആണോ എന്ന് നമുക്ക് നോക്കാം. റിഫ്ലെക്സീവ് ആണോ നമുക്ക് നോക്കിയാൽ തന്നെ ഈ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. No element is related to itself. അപ്പോൾ നമുക്കിവിടെ എഴുതാം every element in the given set n. Every element in the given set n is not related to itself. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഉപയോഗിക്കാം. എക്സാമ്പിൾ ഞാൻ എടുക്കാം. Let 1 element of capital N but 1, 1 not an element of R. Therefore R is not reflexive. അതേപോലെ തന്നെ സിമെട്രിക്കിൻ്റെ ഒരു കണ്ടീഷൻ നമുക്ക് നോക്കാം. സിമെട്രിക്കിൻ്റെ കണ്ടീഷനിൽ നമുക്ക് സിമെട്രിക്കിൻ്റെ കണ്ടീഷനിൽ 1, 6 ഇവിടെ ഉണ്ട്. 1, 6 ഉണ്ട്. തിരിച്ചുള്ള 6, 1 ഇതിനകത്തില്ല. അപ്പോൾ നമുക്ക് 1, 6 element of R but 6, 1 not an element of R. Therefore R is not symmetric. ഇനി മൂന്നാമത്തെ കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ്, ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞായിരുന്നു 2 ജോഡി നമുക്ക് ആറിനകത്ത് നിന്ന് എടുക്കാൻ പറ്റണം. 2 ജോഡി ആറിനകത്ത് നിന്ന് എടുക്കാൻ പറ്റിയാൽ മാത്രമേ മൂന്നാമത്തെ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനതിൻ്റെ കാര്യമുള്ളൂ. ഇപ്പോൾ 2 ജോഡി എടുക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് മൂന്നാമത്തെ നോക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ അവിടെ വന്നാൽ മാത്രമേ ട്രാൻസിറ്റീവ് എന്ന് പറയാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ വന്നില്ല എങ്കിൽ ട്രാൻസിറ്റീവ് അല്ല. പക്ഷെ ഇവിടെ നമുക്ക് നോക്കുക, അവിടെ 2 ജോഡി നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്നില്ല. 1, 6 എടുക്കുകയാണെങ്കിൽ 6 തുടങ്ങുന്ന വേറൊരു ജോഡി ഇല്ല, വേറൊരു പെയറില്ല. അതേപോലെ തന്നെയാണ് 2, 7 ആണെങ്കിൽ 7 തുടങ്ങുന്നില്ല. 3, 8 ആണെങ്കിൽ 8 തുടങ്ങുന്നില്ല. അപ്പോൾ നമുക്കിവിടെ ട്രാൻസിറ്റിവിറ്റിയുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പെയർ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല. പെയർ കൺസിഡർ ചെയ്താൽ മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ വി കനോട്ട് ചെക്ക് ദി കണ്ടീഷൻ ഓഫ് ട്രാൻസിറ്റിവിറ്റി. ചെക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യും ആർ ഈസ് ട്രാൻസിറ്റീവ്. ആണോ അല്ലയോ നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യും ആർ ഈസ് ട്രാൻസിറ്റീവ്. അപ്പോൾ ഈ പ്രോബ്ലം റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക്കും അല്ല. 2 എക്സാമ്പിൾ വെച്ച് പറയാൻ പറ്റും ട്രാൻസിറ്റീവ് ആണ്. കാരണം ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആർ ഈസ് ട്രാൻസിറ്റീവ് എന്ന് എഴുതി കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഈ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലവും ഈ ഇപ്പോൾ ചെയ്ത പ്രോബ്ലത്തിലെല്ലാം നമുക്ക് റോസ്റ്റർ ഫോം എഴുതി, റോസ്റ്റർ ഫോം ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് 2-3 പ്രോബ്ലം നമുക്ക് നോക്കാം. വേറൊരു പ്രോബ്ലം പരിഗണിക്കുകയാണെങ്കിൽ നമ്മൾ എക്സസൈസിൽ തന്നെ വേറൊരു പ്രോബ്ലം പരിഗണിക്കുകയാണെങ്കിൽ ആർ ഈസ് ഒരു സെറ്റ് പറഞ്ഞിട്ടുണ്ട്. സെറ്റ് 1, 2, 3 അതിൻ്റെ റോസ്റ്റർ ഫോം പറഞ്ഞിരിക്കുകയാണ്. റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് സെറ്റ് 1, 2, 2, 1, 1, 2, 2, 1. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്, ഷോ ദാറ്റ് ആർ ഈസ് സിമെട്രിക് ബട്ട് നെയ്തർ റിഫ്ലെക്സീവ് നോർ ട്രാൻസിറ്റീവ്. ആർ എന്ന് പറയുന്നത് സിമെട്രിക് ആണ്, പക്ഷേ നെയ്തർ റിഫ്ലെക്സീവ് നോർ ട്രാൻസിറ്റീവ്. അപ്പോൾ നമുക്കിത് ഇവിടെ നോക്കാം. ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. സിമെട്രിക്കിൻ്റെ ഒരു കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഒരെണ്ണം എടുത്തിട്ട് തിരിച്ചുള്ളത് നമുക്ക് ഉറപ്പായിട്ട് ഇതിനകത്തുണ്ട്. 1, 2 എടുത്താൽ തിരിച്ചുള്ള 2, 1 ഉണ്ട്. അത് തന്നെ നമുക്ക് ആൻസറായിട്ട് എഴുതാം. ഇവിടെ തന്നെ എഴുതാം let 1, 2 element of R which implies 2, 1 element of R. തിരിച്ചെടുത്താലും അതേപോലെ തന്നെ വരും. Therefore R is symmetric. ഇനി റിഫ്ലെക്സീവ് അല്ല. റിഫ്ലെക്സീവ് അല്ല എന്ന് പറയുന്നത് എവരി എലമെൻറ്റ് ഇൻ ദി ഗിവൺ സെറ്റ് 3 എലമെൻ്റ് ഉണ്ട്. 1, 1 ഇല്ല, 2, 2 ഇല്ല, 3, 3 ഒന്നും ഇതിനകത്തില്ല. Every element in the given set is not related to itself.
റിലേറ്റ് ചെയ്യുന്നില്ല. Therefore R is not reflexive. Then transitive. Transitive ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ കണ്ടീഷൻ വേണമെങ്കിൽ എടുക്കാം. ലെറ്റ് 1,2 element of R and 2 സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു പേരുണ്ട് 2,1 element of R. 2,1 element of R. But 1,1 not an element of R. 1,1 ഇതിനകത്തില്ല. 2x രണ്ടെണ്ണം എടുത്തു, മൂന്നാമത്തെ നമ്മളില്ല. അതുകൊണ്ട് നമുക്കിത് എന്താ പറയാം? R is not transitive എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലങ്ങൾ നമ്മൾ റോസ്റ്റർ ഫോം എഴുതിയിട്ട് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലങ്ങൾ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് മറ്റ് പ്രോബ്ലങ്ങൾ നമുക്ക് നോക്കാം. ഈ സെറ്റിൻ കുറച്ചുകൂടെയൊക്കെ വലുതാവുകയാണ്. അങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. Show that the relation R in R defined as A comma B such that A less than or equal to B is reflexive and transitive but not symmetric. Show that the relation R in R of real numbers defined by R is equal to set ordered pair A comma B such that A less than or equal to B. A less than or equal to B is reflexive and transitive. ഇത് റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, ബട്ട് നോട്ട് സിമെട്രിക്. സിമെട്രിക് അല്ല എന്ന് തെളിയിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് ആറാണ്. റിയൽ നമ്പേഴ്സ് R of റിയൽ നമ്പേഴ്സ് ആണ് നമ്മളിവിടുത്തെ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും സെറ്റാക്കി നമുക്ക് ഇങ്ങനെ കോമായിട്ടൊന്നും നമുക്ക് എഴുതാൻ പറ്റില്ല. നാച്ചുറൽ നമ്പർ എഴുതുന്നത് പോലെയോ ഇൻറ്റിജർ എഴുതുന്ന പോലെയോ റിയൽ നമ്പർ എന്ന് പറയുന്ന സെറ്റ് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇതിൻ്റെ റോസ്റ്റർ ഫോം എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരിക്കലും എഴുതാൻ പറ്റത്തില്ല. നമുക്ക് ഓർഡറായിട്ട് പെയറാക്കി റോസ്റ്റർ ഫോം എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിത് റോസ്റ്റർ ഫോം ഇല്ലാതെ തന്നെ നമുക്കിത് തെളിയിക്കണം. റോസ്റ്റർ ഫോം ഇല്ലാതെ തന്നെ തെളിയിക്കണം. തെളിയിക്കേണ്ടത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് ആണ് എന്ന് തെളിയിക്കണം. റിഫ്ലെക്സീവും ട്രാൻസിറ്റീവും ആണ്, പക്ഷേ സിമെട്രിക് അല്ല എന്ന് തെളിയിക്കണം. അപ്പോൾ നമുക്ക് കുറേ എക്സാമ്പിളുകൾ നമുക്ക് നോക്കാം. ഇപ്പോൾ R റിയൽ നമ്പറിനകത്തുള്ള ഒരുപാട് എലമെൻറ്റുകൾ 1 എടുക്കുകയാണെങ്കിൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ശരിയാണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ 1,1 എലമെൻറ്റ് ഓഫ് R ആയിരിക്കും. അതേപോലെ ഒരുപാട് ഏത് നമ്പർ എടുത്താലും ഇപ്പോൾ വേറെ നമുക്ക് -2 എവരി എലമെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ് ആണ്. അപ്പോൾ -2 എടുക്കുകയാണെങ്കിൽ -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2 അതും കറക്റ്റാണ്. അതേപോലെ തന്നെ നമുക്ക് ഡെസിമൽ നമ്പർ 0.5 ഏത് നമ്പർ കൂടെ എടുക്കാം. എല്ലാ നമ്പർ എടുത്താലും നമുക്കത് ശരിയായിട്ട് വരണം. ഏത് നമ്പർ എടുത്താലും അത് അതിനോട് തന്നെ റിലേറ്റ് ചെയ്ത് വരുന്നുണ്ടോ. നമ്മളെ കണ്ടീഷൻ എന്ന് പറയുന്നത് A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ആണ്. അപ്പോൾ ഏതൊരു നമ്പർ എടുത്താലും അത് അതിനോട് തന്നെ ലെസ് ദാൻ അല്ല, പക്ഷെ ഈക്വൽ ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ, ലെസ് ദാൻ അല്ല ഈക്വൽ ആണ്. അപ്പം കണ്ടീഷൻ ശരിയാവുന്നത് കൊണ്ട് ഇത് റിഫ്ലെക്സീവ് ആണ്. അപ്പോൾ റിഫ്ലെക്സീവ് ആണെന്ന് നമുക്കിത് ജനറലായിട്ട് എങ്ങനെ തെളിയിക്കാമെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം റിഫ്ലെക്സീവ് എന്ന് എഴുതാം. ലെറ്റ് A എലമെൻ്റ് ഓഫ് R. A എന്ന് പറയുന്നത് റിയൽ നമ്പറിനകത്തുള്ള ഏതോ ഒരു നമ്പറാണ്. നമുക്ക് കണ്ടീഷൻ നോക്കാം. വി ഹാവ് A ലെസ് ദാൻ ഓർ ഈക്വൽ ടു A. A ലെസ് ദാൻ ഓർ ഈക്വൽ ടു A എന്ന് പറയുന്ന ഈസ് ട്രൂ. A ലെസ് ദാൻ ഓർ ഈക്വൽ ടു A എന്ന് പറഞ്ഞാൽ അത് ട്രൂ ആണ്. Therefore A ലെസ് ദാൻ ഓർ ഈക്വൽ ടു A എന്ന് പറയുന്നത് ട്രൂ ആണെങ്കിൽ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ആണെങ്കിൽ A കോമ B ആണത്തുണ്ടാവും. അപ്പോൾ A ലെസ് ദാൻ ഓർ ഈക്വൽ ടു A ആണെങ്കിൽ A കോമ A എലമെൻ്റ് ഓഫ് R റിലേഷൻ എന്ന് പറയുന്ന സെറ്റ് ഉണ്ടാകും. ഫോർ എവരി A എലമെൻ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. Therefore R is reflexive. R is reflexive എന്ന് പറയാം. നമ്മൾ റോസ്റ്റർ ഫോം എഴുതാതെ ചെയ്യുന്ന ഫസ്റ്റ് പ്രോബ്ലം ആണ്.
റോസർ ഫോം എഴുതാതെ നമുക്ക് ഇനിയിപ്പോൾ മുന്നിലുള്ള പ്രോബ്ലത്തിലൊന്നും റോസർ ഫോം നമുക്ക് എഴുതാൻ പറ്റത്തില്ല. നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. റോസർ ഫോം എഴുതാതെ ചെയ്യുന്ന ഫസ്റ്റ് പ്രോബ്ലത്തിലുള്ള നമുക്ക് റിഫ്ലെക്സീവ് ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടി എവരി എലമെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ് എന്ന് എഴുതാൻ പറ്റത്തില്ല. വേണമെങ്കിൽ ഇനിയും നമുക്ക് എഴുതാൻ വേണമെങ്കിൽ എവരി എലമെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ്. അല്ലാതെ നമ്മളിങ്ങനെ ജനറലായിട്ട് നമ്മൾ പ്രൂവ് ചെയ്യണം. എ എന്ന് പറയുന്ന റിയൽ നമ്പർ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള ഒരു നമ്പറാണ്. നമ്മളവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. നമ്മളെ കണ്ടീഷൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. റിഫ്ലെക്സീവ് ആകുമ്പോൾ എവരി എലമെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ് ആണ്. അപ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രൂ ആയിട്ടാണ് പരിഗണിക്കുന്നത്. ട്രൂ ആണത്. ദെർഫോർ എ കോമ എ എലമെൻറ്റ് ഓഫ് ആർ ഫോർ എവരി എ ബിലോങ്സ് ടു ക്യാപിറ്റൽ ആർ റിയൽ നമ്പേഴ്സ്. ദെർഫോർ ആർ ഈസ് റിഫ്ലെക്സീവ്. ഇനി നമുക്ക് റിഫ്ലെക്സീവ് കഴിഞ്ഞാൽ അടുത്ത സിമെട്രിക്കാണ്. സിമെട്രിക് അല്ല എന്നാണ് തെളിയിക്കേണ്ടത്. അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി നമുക്ക് എക്സാമ്പിൾ യൂസ് ചെയ്താൽ മതി. നമുക്ക് എക്സാമ്പിൾ യൂസ് ചെയ്ത് നോക്കാം. എക്സാമ്പിൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കിട്ടും സിമെട്രിക് അല്ല എന്ന്. നമുക്കൊരു എക്സാമ്പിൾ യൂസ് ചെയ്ത് നമുക്ക് നോക്കാം. ലെറ്റ് 1,2 എലമെൻറ്റ് ഓഫ് ആർ. 1,2 എന്ന് പറയുന്നത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പെയറാണ്. 1,2 എന്ന് വെച്ചാൽ നമുക്ക് എഴുതാം വി ഹാവ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ശരിയാണ്. 1,2 വരുമ്പോൾ കണ്ടീഷൻ ശരിയാണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ബട്ട് 2 നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 2 എന്ന് പറയുന്നത് ഒരിക്കലും 1 ചെറുതോ തുല്യമോ അല്ല. അതുകൊണ്ട് നമുക്ക് എഴുതാം therefore 2,1 not an element of R. Therefore R is not symmetric. R എന്ന് പറയുന്നത് സിമെട്രിക് അല്ല. സിമെട്രിക് അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്ത പെയർ എന്ന് പറയുന്നത് ഏത് വേണോ എടുക്കാം. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടീഷൻ ശരിയായിട്ട് വരുന്ന ഒരു എക്സാമ്പിൾ. ഞാനിവിടെ എടുത്ത ഏറ്റവും ചെറിയ എക്സാമ്പിൾ 1,2 എലമെൻറ്റ് ഓഫ് ആർ. നമുക്ക് കണ്ടീഷൻ എഴുതാം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. പക്ഷേ 2 നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. Therefore 2,1 not an element of R. ഇനി നമുക്ക് ട്രാൻസിറ്റീവ് ആണ് എന്ന് തെളിയിക്കണം. ട്രാൻസിറ്റീവ് ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മൾ അതും ജനറലായിട്ട് തന്നെ പ്രൂവ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ട്രാൻസിറ്റീവ് ആണ് എന്ന് തെളിയിക്കാം. ട്രാൻസിറ്റീവ് ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു 2 ജോഡി നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മൾ ഡെഫിനിഷൻ പഠിച്ച പോലെ 2 ജോഡി ഞാൻ എടുക്കാൻ പോവുകയാണ്. ലെറ്റ് എ കോമ ബി എലമെൻറ്റ് ഓഫ് ആർ. എ കോമ ബി എന്ന് പറയുന്നത് ആറിനകത്തുള്ള ഒരു ജോഡിയാണ്. കണ്ടീഷൻ ശരിയാവുന്ന ഒരു ജോഡിയാണ്. അപ്പോൾ കണ്ടീഷൻ ഇതാണ്. therefore എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ദാറ്റ് ഈസ് ഇനിക്വാളിറ്റി നമ്പർ 1 എന്ന് നമുക്ക് കൊടുക്കാം. അതേപോലെ അടുത്തത് ഞാൻ എടുക്കുകയാണ്. ആൻഡ് ബി കോമ സി എലമെൻറ്റ് ഓഫ് ആർ. therefore ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. ദാറ്റ് ഈസ് നമ്പർ 2. 2 പെയർ ഞാൻ എടുത്തു. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 പെയർ ഞാൻ എടുത്തു. ഫസ്റ്റ് പെയർ എന്ന് പറയുന്നത് എ കോമ ബി എലമെൻറ്റ് ഓഫ് ആർ. എ കോമ ബി എലമെൻറ്റ് ഓഫ് ആർ ആണെങ്കിൽ ഈ കണ്ടീഷൻ ശരിയാവും. അതുകൊണ്ട് ആ കണ്ടീഷൻ എഴുതി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അതേപോലെ തന്നെ അടുത്തൊരു പെയർ ഞാൻ ബി കോമ സി. ഇതേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ബി കോമ സി എലമെൻറ്റ് ഓഫ് ആർ. ബി കോമ സിയും ഈ ആറിനകത്തുള്ള ഒരു പെയറാണ്. അപ്പോൾ ഞാൻ എന്ത് എഴുതി? ആ കണ്ടീഷൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. നമുക്കിത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതാൻ പറ്റും. 1 and 2 കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഫ്രം 1 and 2 ഒരുമിച്ച് ഒരൊറ്റ ഇൻഇക്വാലിറ്റി ആയിട്ട് എഴുതാൻ പറ്റും. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് എഴുതാൻ പറ്റും. ഈ ഇൻഇക്വാലിറ്റി നമുക്ക് ഷുവറായിട്ട് എഴുതാൻ പറ്റും. വിച്ച് ഇംപ്ലൈസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് എഴുതാൻ പറ്റും. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറയുന്ന കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ നമുക്ക് ഷുവറായിട്ട് എഴുതാൻ പറ്റും എ കോമ സി എലമെൻറ്റ് ഓഫ് ആർ. എ കോമ സി എലമെൻറ്റ് ഓഫ് ആർ എന്ന് എഴുതാൻ പറ്റും. കോമ സി എലമെൻറ്റ് ഓഫ് ആർ എന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആർ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആണ് എന്ന് പറയാൻ പറ്റും. therefore ആർ ഈസ് ട്രാൻസിറ്റീവ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാൻ വേണ്ടി എ കോമ ബി എടുത്തു, ബി കോമ സി എടുത്തു. ദെൻ എ ലെസ് ദാൻ ബി ലെസ് ദാൻ സി എന്ന് നമ്മൾ രണ്ടോട് കമ്പൈൻ ചെയ്ത് എഴുതി. അവിടെ നിന്ന് നമുക്ക് എ ലെസ് ദാൻ സി എന്ന് എഴുതി. therefore ആർ ഈസ് ട്രാൻസിറ്റീവ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മളെ കണ്ടീഷനിൽ നമ്മൾ ഈ ഒരു കണ്ടീഷൻ വന്നപ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി വന്നപ്പോൾ
ആർ എന്ന് പറയുന്നത് റിഫ്ലക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, പക്ഷേ സിമെട്രിക് അല്ല. ഇവിടെ നമുക്ക് ആ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാറ്റിയിട്ട് ലെസ് ദാൻ മാത്രം എഴുതുകയാണ് എങ്കിൽ ലെസ് ദാൻ മാത്രം എഴുതുകയാണ് എങ്കിൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക. ഇപ്പം ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നപ്പോൾ ആർ ഈസ് റിഫ്ലക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ്, നോട്ട് സിമെട്രിക്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെറുതായിട്ടൊന്ന് മാറ്റി എ ലെസ് ദാൻ ബി. എ ലെസ് ദാൻ ബി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക എന്തൊക്കെ ആവാം. എ ലെസ് ദാൻ ബി വരുമ്പോൾ എ ലെസ് ദാൻ ബി വരുമ്പോൾ ഒരിക്കലും റിഫ്ലക്സീവ് ആകത്തില്ല. നമ്മൾ ഒരിക്കലും 1 ലെസ് ദാൻ 1 എന്ന് പറയത്തില്ല, ഇത് തെറ്റാണ്. 1 ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ശരിയാണ്. 1 ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പം ഇത് നമുക്ക് വരത്തില്ല. 1 ലെസ് ദാൻ 1 ഈസ് നോട്ട് ട്രൂ. ദെർഫോർ ഈ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാറ്റി ലെസ് ദാൻ മാത്രം ഉണ്ട് എങ്കിൽ ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ്. സിമെട്രിക് അല്ല. സിമെട്രിക് അല്ലാത്തതിൻ്റെ നമ്മൾ നേരത്തെ എഴുതിയ 1,2 എടുക്കാം, പക്ഷേ 2,1 ശരിയായിട്ട് വരത്തില്ല. ദെർഫോർ നോട്ട് സിമെട്രിക്. ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവ് നമുക്ക് നേരത്തെ ചെയ്ത പോലെ എ ലെസ് ദാൻ ബി എടുക്കാം. എ കോമ ബി എടുക്കുകയാണെങ്കിൽ എ കോമ ബി എലമെൻറ്റ് ഓഫ് ആർ എടുക്കുകയാണെങ്കിൽ എ ലെസ് ദാൻ ബി. ബി കോമ സി എടുക്കുകയാണെങ്കിൽ നമുക്ക് ബി ലെസ് ദാൻ സി. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എ ലെസ് ദാൻ ബി ലെസ് ദാൻ സി എന്ന് എഴുതാം. അവിടെ നമുക്ക് എ ലെസ് ദാൻ സി എന്ന് എഴുതാം. അപ്പോൾ ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. എ ലെസ് ദാൻ ബി എന്ന് പറയുന്ന കണ്ടീഷനാണ് എങ്കിൽ റിഫ്ലക്സീവും അല്ല സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവ് ആണ്. നമ്മളെ പ്രോബ്ലം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരികയാകുമ്പോൾ അത് സിമെട്രിക് ആകത്തില്ല, റിഫ്ലക്സീവും ആവും, ട്രാൻസിറ്റീവും ആവും. ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഷോ ദാറ്റ് ദി റിലേഷൻ ആർ ഇൻ ആർ, സെറ്റിന് മാറ്റമില്ല, റിയൽ നമ്പർ തന്നെയാണ്. ഷോ ദാറ്റ് ദി റിലേഷൻ ആർ ഇൻ ആർ ഡിഫൈൻഡ് ആസ് ആർ ഈസ് ഈക്വൽ ടു എ കോമ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ. ആർ ഈസ് ഈക്വൽ ടു ഓൾഡ് ബൈ എ കോമ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ. ചെക്ക് ചെയ്യാനാണ്. ചെക്ക് വെദർ ദ റിലേഷൻ ആർ ഇൻ ആർ ഡിഫൈൻഡ് ആസ് ആർ ഈസ് ഈക്വൽ ടു എ കോമ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ഈസ് റിഫ്ലക്സീവ്, സിമെട്രിക് ഓർ ട്രാൻസിറ്റീവ്. ഇത് റിഫ്ലക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യുക. തെളിയിക്കാനല്ല, ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെയും നമുക്ക് ഒരിക്കലും റിലേഷൻ നമുക്കിവിടെ റിയൽ നമ്പർ ആയതുകൊണ്ട് ഈ ഒരു കണ്ടീഷൻ വെച്ച് നമുക്ക് റോസ്റ്റർ ഫോം എഴുതാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ എടുക്കാം. അപ്പം ഞാൻ റിഫ്ലക്സീവ് നമുക്ക് ചെക്ക് ചെയ്യാം. റിഫ്ലക്സീവ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2-3 എക്സാമ്പിൾ ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഇപ്പം 1 എലമെൻറ്റ് ഓഫ് ആർ, റിയൽ നമ്പറിനകത്തുള്ളൊരു എലമെൻ്റാണ് 1. അത് നമ്മൾ എടുക്കുകയാണെങ്കിൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അതൊക്കെ നമുക്ക് ട്രൂ ആയിട്ട് കിട്ടും. അത് ട്രൂ ആണ്. -2 എടുക്കാം. -2 എലമെൻറ്റ് ഓഫ് ആർ. അവിടെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2. എവറി എലമെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2ൻ്റെ സ്ക്വയർ 4 ആണ്. അതും നമുക്ക് ശരിയായിട്ട് വരും. ഇപ്പം വേറെ നമ്പർ എടുക്കുകയാണെങ്കിലും നമ്മൾ ഇപ്പോൾ നാച്ചുറൽ നമ്പറും നെഗറ്റീവ് നമ്പറൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത് ശരിയായിട്ട് വരും. നമുക്ക് റിയൽ നമ്പറിനകത്ത് എല്ലാ നമ്പറും ഇൻക്ലൂഡ് ചെയ്യും. ഡെസിമൽ നമ്പറും ഫ്രാക്ഷൻ നമ്പറൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ പരിഗണിക്കുകയാണെങ്കിൽ 0.5 നമുക്ക് എടുക്കാം. 0.5 എലമെൻറ്റ് ഓഫ് ആർ, റിയൽ നമ്പറിനകത്തുള്ള ഒരു നമ്പറാണ് 0.5. ഇവിടെ നമുക്ക് ഈ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 0.5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.5 സ്ക്വയർ എന്ന് എഴുതിയത് ശരിയാവും. 0.5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.5 സ്ക്വയർ എന്ന് എഴുതിയാൽ നമുക്കിത് ശരിയാവത്തില്ല. ഈ കണ്ടീഷൻ ശരിയല്ല. കാരണം 0.5 നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.25 ആണ്.
ഇതാണ് വലുത്, ഇത് ചെറുതാണ്. അപ്പോൾ ഇത് കണ്ടീഷൻ ശരിയാവത്തില്ല, നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഇവിടെയെല്ലാം കണ്ടീഷൻ ശരിയായി. പക്ഷേ വേറൊരു എക്സാമ്പിൾ നമ്മൾ പരിഗണിച്ചപ്പോൾ ആറിനകത്തുള്ള വേറൊരു എലമെൻ്റാണ് 0.5. എവരി എലമെൻ്റാണ്, എവരി എലമെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫാണ്. ഇവിടെയൊക്കെ ശരിയാണ്, പക്ഷേ ചില കണ്ടീഷനിലൊന്നും ശരിയല്ല. അതുകൊണ്ട് നമുക്ക് റിഫ്ലെക്സീവ് ആണ് എന്ന് പറയാൻ പറ്റത്തില്ല. റിഫ്ലെക്സീവ് അല്ല. റിഫ്ലെക്സീവ് അല്ലാത്തതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കാം. ഫ്രാക്ഷൻ നമ്പറോ ഡെസിമൽ നമ്പറോ പരിഗണിക്കുക. അപ്പോൾ ഞാൻ ലെറ്റ് 0.5 എലമെൻ്റ് ഓഫ് റിയൽ നമ്പർ. നമ്മളെ കണ്ടീഷൻ ഇതാണ്, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ആണ്. റിഫ്ലെക്സീവ് ആണ്ട് എവരി എലമെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. ഇതിനോട് തന്നെ 0.5 തന്നെ. അപ്പോൾ നമുക്ക് ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ 0.5 നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.5 സ്ക്വയർ. അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് വരുന്നത്, 0.5 നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.5. therefore നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം. therefore 0.5, നോട്ട് ആൻ എലമെൻ്റ് ഓഫ് ആർ. റിലേഷൻ എന്ന് പറയുന്ന ഇതിനകത്ത് ഒരിക്കലും ഈ ഒരു പെയർ വരത്തില്ല, ഡെസിമൽ നമ്പറൊക്കെ വരത്തില്ല. therefore നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, therefore ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ് എന്ന് എഴുതാം. ഇനി അതേപോലെ തന്നെ നമുക്ക് സിമെട്രിക് ആണോ എന്ന് ചോദിക്കാം. സിമെട്രിക് ആണെങ്കിൽ നമുക്ക് നേരത്തെ പ്രോബ്ലത്തിൽ തന്നെ ഉള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് നോക്കാം. സിമെട്രിക്കിൻ്റെ കണ്ടീഷൻ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് നോക്കാം. സിമെട്രിക് നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിളിൽ എടുത്തത് ലെറ്റ് 1,2 എലമെൻ്റ് ഓഫ് ആർ. അപ്പോൾ അവിടെ കറക്റ്റ് ശരിയാണ്. എന്താ 1 ലെസ് ദാൻ 2 സ്ക്വയർ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, എന്നാലും നമുക്ക് നേരത്തെ ലെസ് ദാൻ 2 സ്ക്വയർ. അപ്പോൾ നമുക്ക് എഴുതാം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇത് ശരിയാണ്. പക്ഷെ തിരിച്ച് ബട്ട് 2 നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ. ഒരിക്കലും നമുക്ക് ഇത് പറയാൻ പറ്റത്തില്ല, 2 ലെസ് ദാൻ നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ഇത് കറക്റ്റാണ്, തിരിച്ചുള്ളത് കറക്റ്റ് അല്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും 2,1 നോട്ട് ആൻ എലമെൻ്റ് ഓഫ് ആർ. 2,1 നോട്ട് ആൻ എലമെൻ്റ് ഓഫ് ആർ. അപ്പോൾ നമുക്ക് 1,2 എടുത്തു, കണ്ടീഷൻ ശരിയാണ്. പക്ഷേ തിരിച്ചെടുക്കുമ്പോൾ കണ്ടീഷൻ ശരിയല്ല, അതുകൊണ്ടത് സിമെട്രിക്കും അല്ല. ഇനി മൂന്നാമത്തത് ട്രാൻസിറ്റീവ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. ട്രാൻസിറ്റീവിൻ്റെ ഒരുപാട് എക്സാമ്പിളുണ്ട്. ട്രാൻസിറ്റീവ് ആണെന്നുള്ള എക്സാമ്പിളുകൾ ഒരുപാട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ട്രാൻസിറ്റീവ് അല്ല എന്നുള്ള എക്സാമ്പിളും ഉണ്ട്. അപ്പോൾ ഇത് ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഞാനൊരു എക്സാമ്പിൾ എഴുതുകയാണ്. ഞാൻ എടുക്കുന്ന പെയർ 10,3 10,3 എലമെൻ്റ് ഓഫ് ആർ. 10,3 എന്ന് പറയുന്നത് ആറിനകത്തുള്ള എലമെൻ്റാണ്. 10,3 ആറിനകത്തുള്ള എലമെൻ്റ് അല്ല. 6,3 എലമെൻ്റ് ഓഫ് ആർ. 6,3 എലമെൻ്റ് ഓഫ് ആർ. നമുക്ക് കണ്ടീഷൻ ശരിയാണ്. 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 സ്ക്വയർ. അതായത് 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. അതേപോലെ 3യിൽ തുടങ്ങുന്ന മറ്റൊരു ഇതെടുക്കണം. ഞാൻ എടുക്കുന്നത് 3,2 ആണ്. 3,2 എലമെൻ്റ് ഓഫ് ആർ. 3,2 എലമെൻ്റ് ഓഫ് ആർ ആണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ നമുക്ക് നോക്കാം. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ. കറക്റ്റ് തന്നെയാണ്. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് ഇനി വരേണ്ട പെയർ എന്ന് പറയുന്നത് 6,3യും 3,2 എടുത്താൽ നമുക്ക് ഇനി വരേണ്ടത് 6,2 ആണ്. ബട്ട് 6,2ൻ്റെ ആ ഒരു കണ്ടീഷൻ ശരിയാകത്തില്ല. ബട്ട് 6 നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ. ഇതൊരിക്കലും
വരത്തില്ല, ലെസ് ദാൻ നോട്ട് ലെസ് ദാൻ ഈക്വൽ ടു ആണ്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് 6,2 എന്ന് പറയുന്ന ഒരു പെയർ ആറിനകത്ത് ഉണ്ടാകത്തില്ല. നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ, therefore ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെക്ക് ചെയ്തപ്പോൾ ആർ എന്ന് പറയുന്നത് റിഫ്ലെക്സീവും അല്ല, സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവും അല്ല. അപ്പോൾ അത് നമ്മൾ റോസർ ഫോം എഴുതിയിട്ടില്ല, നമ്മൾ എക്സാമ്പിൾ അല്ലാതെ നമ്മൾ കൗണ്ടർ എക്സാമ്പിൾ ഉപയോഗിച്ചാണ് നമ്മളിത് പ്രൂവ് ചെയ്തത്. റോസർ ഫോം ഒന്നും നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ഇതേ ടൈപ്പ് വേറൊരു പ്രോബ്ലം ഉണ്ട്. ആ റിയൽ നമ്പർ തന്നെയാണ്, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ക്യൂബ്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ക്യൂബ് എന്ന് പറയുന്ന പ്രോബ്ലവും നമുക്ക് ഇതേപോലത്തെ ഒരു സെയിം പ്രോബ്ലമാണ്. നമുക്ക് അതുകൂടെ നോക്കാം. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ക്യൂബ്. റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാന്നുണ്ട്. അപ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ക്യൂബ് നമുക്ക് നേരത്തെ എക്സാമ്പിൾ നമുക്ക് നമ്പറൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് -2 എടുത്താൽ -2 എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ആർ, -2 എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ആർ. അപ്പോൾ നമുക്ക് -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2 ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താ, -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2 ക്യൂബ് 8 ആണ്. ഇത് നമുക്ക് ഒരിക്കലും -2 ആണ് വലുത്, -8 ചെറുതാണ്. അപ്പോൾ നമുക്ക് ഇത് ഈ എക്സാമ്പിൾ തന്നെ നമുക്ക് പരിഗണിക്കാം. അതുകൊണ്ട് നമുക്ക് പറയാം ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഇത് ഒരിക്കലും -2, -2 നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ. -2 നമുക്ക് ഒരിക്കലും ഈ ഒരു ആർ എന്ന് പറയുന്ന അതിനകത്ത് ഒരിക്കലും വരത്തില്ല. സിമെട്രിക്കിന് നമുക്ക് നേരത്തെ ചെയ്ത രണ്ട് പ്രോബ്ലം, എ ലെസ് ദാൻ ബിയിലും എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയറിലും ചെയ്ത അതേ പ്രോബ്ലം തന്നെ, അതേ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുത്ത് നോക്കാം. സിമെട്രിക്കിന് ലെറ്റ് 1,2 എലമെൻറ്റ് ഓഫ് ആർ, കണ്ടീഷൻ ശരിയാണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ക്യൂബ്, ദാറ്റ് ഈസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. തിരിച്ച് പക്ഷേ ബട്ട് 2 നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ക്യൂബ്, അതായത് 2 നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. therefore 2,1 നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ. therefore ആർ ഈസ് നോട്ട് സിമെട്രിക്. നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ റിഫ്ലെക്സീവ് എന്ന സൈഡ് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് അത് ചെയ്യുക. നോട്ട് റിഫ്ലെക്സീവ് എന്ന് എഴുതുക. സിമെട്രിക് എന്ന സൈഡ് ഹെഡിങ് കൊടുക്കുക, ഇത് ചെയ്യുക. നോട്ട് സിമെട്രിക് എന്ന് എഴുതുക. അടുത്ത നമുക്ക് ട്രാൻസിറ്റീവ് അല്ല എന്ന് നമുക്ക് നോക്കാം. ട്രാൻസിറ്റിൻ്റെ എക്സാമ്പിൾ ലെറ്റ് ഞാൻ എടുക്കുന്നത് 9,3 എടുക്കാം. 9,3 എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ആർ. 9,3 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ക്യൂബ്, ദാറ്റ് ഈസ് 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ക്യൂബ് 27. അടുത്ത ഞാൻ മറ്റൊരു പെയർ എടുക്കുന്നത് 3,2 ആണ്. അവിടെ നമുക്ക് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ക്യൂബ്, ദാറ്റ് ഈസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന് എഴുതാൻ പറ്റും. ഇനി നമുക്ക് 9,3യും 3,2വും എടുക്കുകയാണ് എങ്കിൽ നമുക്ക് ഇനി വരേണ്ടത് 9,2 ആണ്. 9,2 ഒന്ന് ചിന്തിച്ച് നോക്കുക. 9,2 ബട്ട് 9 നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ക്യൂബ്. 2 ക്യൂബ് 8 ആവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒരിക്കലും 9,2 നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ. 9,2 നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ. therefore ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിലും റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവും അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 3 പ്രോബ്ലത്തിലും നമ്മൾ റോസ്റ്റർ ഫോം എഴുതാതെ നമ്മൾ കൗണ്ടർ എക്സാമ്പിൾ ഉപയോഗിച്ചാണ് നമ്മൾ റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തത്.
ഇനി നമുക്ക് വേറെ കുറച്ച് പ്രോബ്ലം ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ, ലെറ്റ് ടി ബി ദി സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ. ടി ആണ് സെറ്റ് എന്ന് പറയുന്നത്. ടി നമ്മളെ സെറ്റിൻ്റെ പേര് ടി ആണ്. സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ. സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ വിത്ത് ആർ ഈസ് എ റിലേഷൻ ഡിഫൈൻഡ് ഓൺ ടി. ടിയിൽ ഒരു ആർ എന്ന് പറയുന്ന റിലേഷൻ പറഞ്ഞിരിക്കുകയാണ്. ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ T1, T2 such that T1 is congruent to T2. T1 is congruent to T2. T1 is congruent to T2. അപ്പോൾ ടി എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ ഡിഫൈൻ എ റിലേഷൻ ആർ ഓൺ ടി സച്ച് ദാറ്റ് ആർ ഈസ് ഈക്വൽ ടു T1, T2 സച്ച് T1 ഈസ് കോൺഗ്രുവൻ്റ് ടു T2. ഷോ ദാറ്റ് ആർ ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ. ആർ എന്ന് പറയുന്നത് ഒരു ഇക്വാലൻസ് റിലേഷൻ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഇക്വാലൻസ് റിലേഷൻ പ്രൂവ് ചെയ്യും. നമ്മൾ ഇത്രയും ചെയ്ത പ്രോബ്ലത്തിലൊന്നും ഇക്വാലൻസ് റിലേഷൻ നമ്മൾ പ്രൂവ് ചെയ്തിട്ടില്ല. നമ്മൾ ചെക്ക് ചെയ്തു, ചിലപ്പോൾ അത് റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആവത്തില്ല. ഇക്വാലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ 3 കണ്ടീഷനും ശരിയാണ്. റിഫ്ലെക്സീവ് ആവണം, സിമെട്രിക് ആവണം, ട്രാൻസിറ്റീവ് ആവണം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ റിഫ്ലെക്സീവ് നമുക്ക് എങ്ങനെ നോക്കാം. റിഫ്ലെക്സീവ് ഇപ്പോൾ കോൺഗ്രുവൻറ്റിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് ഏതാണ്? കോൺഗ്രുവൻ്റ് ടു. കോൺഗ്രുവൻറ്റിൻ്റെ സിമ്പൽ. അപ്പോൾ കോൺഗ്രുവൻസി എന്ന് പറയുമ്പോൾ എവരി ട്രയാങ്കിൾ ഈസ് കോൺഗ്രുവൻ്റ് ടു ഇറ്റ് സെൽഫ്. റിഫ്ലെക്സീവ് ചെക്ക് ചെയ്യുമ്പോൾ എല്ലാ ട്രയാങ്കിളും അതിനോട് തന്നെ കോൺഗ്രുവൻ്റ് ആയിരിക്കും. നമ്മൾ കോൺഗ്രുവൻ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. എവരി ട്രയാങ്കിൾ ഈസ് കോൺഗ്രുവൻ്റ് ടു ഇറ്റ് സെൽഫ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സെൻറ്റൻസ് തന്നെ എഴുതാം. എവരി ട്രയാങ്കിൾ ഈസ് congruent to itself. That is T1, T1. T1 എന്ന ട്രയാങ്കിൾ അതിനോട് തന്നെ എലമെൻ്റ് ഓഫ് ആർ. ഫോർ എവരി T1 എലമെൻ്റ് ഓഫ് ക്യാപിറ്റൽ ടി. എല്ലാ T1ഉം ടിയിലായിരിക്കും. അപ്പോൾ ഇതാണ് റിഫ്ലെക്സീവിൻ്റെ കണ്ടീഷൻ. എവരി ട്രയാങ്കിൾ ഈസ് കോൺഗ്രുവൻ്റ് ടു ഇറ്റ് സെൽഫ്. എല്ലാ ട്രയാങ്കിളും അതിനോട് തന്നെ കോൺഗ്രുവൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ എഴുതാം therefore R is reflexive. ഇനി രണ്ടാമത്തെ നമുക്ക് സിമെട്രിക് ഒന്ന് ചെക്ക് ചെയ്യാം. സിമെട്രിക് ആകുമ്പോൾ ഒരെണ്ണം നമ്മൾ എടുക്കണമെന്ന് പറഞ്ഞു. ഒരെണ്ണം എടുത്തിട്ട് അതിന് തിരിച്ചുള്ള അടുത്ത പെയറുണ്ടോ എന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഒരു ജോഡി എടുക്കാം. ലെറ്റ് T1, T2 element of R. T1, T2 element of R ആണ് എങ്കിൽ നമുക്ക് അതിൻ്റെ കണ്ടീഷൻ എഴുതാം. T1 is congruent to T2. T1 is congruent to T2. T1 is congruent to T2 ആണെങ്കിൽ T2 is നമുക്ക് തിരിച്ചും പറയാം. Which implies T2 is congruent to T1. T2 is congruent to T1. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് T2 is congruent T1 എന്ന് പറയുമ്പോൾ T2, T1 element of R എന്ന് എഴുതാൻ പറ്റും. T2, T1 element of R. Therefore അവിടെ നമുക്ക് എഴുതാം therefore R is symmetric. ഇനി ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻ നമുക്കൊന്ന് നോക്കാം. ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി
നമുക്ക് 2 പെയർ എടുക്കണം. ഫസ്റ്റ് ഞാൻ എടുക്കുകയാണ്. ലെറ്റ് T1, T2 എലമെൻ്റ് ഓഫ് ആർ. 2 എണ്ണം എടുക്കണം. ഫസ്റ്റ് ഞാൻ എടുത്തത് T1, T2 എലമെൻ്റ് ഓഫ് ആർ. T1, T2 എലമെൻ്റ് ഓഫ് ആർ ആണെങ്കിൽ നമുക്ക് അത് വെച്ചുള്ള കണ്ടീഷൻ എഴുതാം. T1 ഈസ് കോൺഗ്രുവൻ്റ് ടു T2. T1 ഈസ് കോൺഗ്രുവൻ്റ് ടു T2. ദാറ്റ് ഈസ് നമ്പർ 1 എന്ന് കൊടുക്കാം. ദെൻ അടുത്ത ഒരു പേരോട് എടുക്കുകയാണ്. അടുത്ത ഒരു പേരോട് ഞാൻ എടുക്കുകയാണ്. T2 സ്റ്റാർട്ട് ചെയ്യുന്നത് T2, T3 എലമെൻ്റ് ഓഫ് ആർ. T2, T3 എലമെൻ്റ് ഓഫ് ആർ ആണ് എങ്കിൽ നമുക്ക് അവിടെ നിന്ന് അടുത്ത അത് വെച്ചുള്ള കണ്ടീഷൻ എഴുതാം. T2 കോൺഗ്രുവൻ്റ് ടു T3 നമ്പർ 2. നമുക്ക് A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B എന്ന് പറഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ നമുക്ക് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതാം. ഇത് രണ്ടും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്ത് എഴുതാം. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ ഫ്രം 1 and 2 നമുക്ക് കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ T1 കോൺഗ്രുവൻ്റ് ടു T2 കോൺഗ്രുവൻ്റ് ടു T3. ഇതിൽ നമുക്ക് ഫസ്റ്റും ലാസ്റ്റും എടുത്താൽ therefore നമുക്ക് എഴുതാൻ പറ്റും T1 കോൺഗ്രുവൻ്റ് ടു T3. അവിടെ നമുക്ക് ആ ഒരു ജോഡി എഴുതാൻ പറ്റും. T1 കോൺഗ്രുവൻ്റ് ടു T3 ആണെങ്കിൽ ഓൾറെഡി പേർ T1, T3 എലമെൻ്റ് ഓഫ് ആർ. therefore R ഈസ് ട്രാൻസിറ്റീവ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിൽ റിഫ്ലക്സീവ് ആണെന്ന് എഴുതി. റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ എവറി ട്രയാങ്കിൾ ഈസ് കോൺഗ്രുവൻ്റ് ടു ഇറ്റ് സെൽഫ്. സിമെട്രിക്കിൻ്റെ എക്സാമ്പിൾ എഴുതി. ഇതേപോലെ ട്രാൻസിറ്റിൻ്റെ എക്സാമ്പിൾ എഴുതി. അപ്പോൾ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഈ സെറ്റിൻ്റെ ഈ കണ്ടീഷൻ T1 ഈസ് കോൺഗ്രുവൻ്റ് ടു T2 എന്ന് പറയുന്ന കണ്ടീഷൻ റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. 3 കണ്ടീഷനും ശരിയായിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് ലാസ്റ്റ് എഴുതി വയ്ക്കാം R ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ എന്ന് എഴുതി വയ്ക്കാം. ഇതേപോലെ തന്നെ നമുക്ക് പ്രോബ്ലം ഉണ്ട്. സിമിലാരിറ്റി വെച്ച് നമുക്കിത് പ്രോബ്ലം ചെയ്യാം. സിമിലാരിറ്റിയുടെ പ്രോബ്ലം ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. സിമിലാരിറ്റിയുടെ പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മൾ റിഫ്ലക്സീവ് ചെയ്യുമ്പോൾ എവറി ട്രയാങ്കിൾ ഈസ് സിമിലർ ടു ഇറ്റ് സെൽഫ് എന്നാൽ റിഫ്ലക്സീവിന് എഴുതാം. പിന്നെ നമുക്ക് ട്രാൻസിറ്റീവ് സിമിലാരിറ്റിയുടെ കണ്ടീഷൻ ട്രാൻസിറ്റീവ് ആകുമ്പോൾ നമുക്ക് ഈ സിമിലാരിറ്റിയുടെ കണ്ടീഷൻ ഉപയോഗിച്ച് ഇതേപോലെ നമുക്ക് എഴുതുകയാണെങ്കിൽ സിമിലാരിറ്റി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. സിമിലാരിറ്റിയുടെ പ്രോബ്ലം നമുക്ക് ഇതിനകത്തുണ്ട്. അതുപോലെ പാരലൽ എന്ന് പറയുന്ന ലൈൻ്റെ കണ്ടീഷനും നമുക്ക് ഇതിനകത്ത് നിന്ന് ഈ പ്രോബ്ലം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഒരേ ടൈപ്പുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് പ്രോബ്ലം വെച്ച് നമുക്ക് 3-4 പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ ഈ ചെയ്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ T1, T2 T1 ഈസ് കോൺഗ്രുവൻ്റ് ടു T2. അതേപോലെ തന്നെ ട്രയാങ്കിളിൻ്റെ സിമിലാരിറ്റി എന്നുള്ള കണ്ടീഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ലൈൻ്റെ പാരലൽ കണ്ടീഷൻ നമുക്കിത് ചെയ്യാൻ പറ്റും. ലൈൻ ഈസ് പാരലൽ ടു അനദർ ലൈൻ L1 ഈസ് പാരലൽ ടു L2 എന്ന് എഴുതിയാൽ നമുക്കത് ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ബാക്കി പ്രോബ്ലം നമുക്ക് മറ്റു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.